നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾക്ക് ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് കഥയല്ല ഇത് ജീവിതം. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ കഥയിലെ ഒരു സ്ത്രീയും തൻ്റെ 3 വയസ്സുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി. ആ കുട്ടിയുടെ 3ാമത്തെ പിറന്നാളാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആ ടൗണിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൽ അവൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തു. ഒരു സ്പെഷ്യലായിട്ടുള്ള ടേബിൾ, സ്പെഷ്യൽ ഫുഡ് അവളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ സ്റ്റിക്കും ചിക്കൻ ബർഗറും ഒക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ദിവസം അവളും അവളുടെ 3 വയസ്സുള്ള കുട്ടിയും ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. നേരത്തെ ബുക്ക് ചെയ്ത ആ ടേബിളിൽ ഇടം പിടിച്ചു. അങ്ങനെ തൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് ആ ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് തൻ്റെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മകൻ ആ ടേബിളിൽ ഇരുന്നിരുന്ന ഒരു സ്പൂൺ എടുത്തുകൊണ്ട് പല ശബ്ദങ്ങളും ടേബിളിൽ തട്ടി ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ ചില പാട്ടുകളൊക്കെയും പാടുന്നു, ചില സൗണ്ടുകളൊക്കെയും ഉണ്ടാക്കുന്നു. അങ്ങനെ അവൻ്റേതായ ലോകത്ത് അവൻ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ റെസ്റ്റോറൻറ്റിൽ തൊട്ടടുത്ത ടേബിളുകളിൽ ഇരുന്നിരുന്ന സമ്പന്നരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ കാഴ്ച വളരെ അരോചകമായി തോന്നി. ഈ ശബ്ദം അവർക്ക് ഇറിറ്റേഷനായിട്ട് തോന്നി. അവർ പറയുകയാണ്, എന്തൊരു ശല്യമാണ്, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ കുട്ടി ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വെറുതെ വേസ്റ്റായി, ഞങ്ങൾക്കത് ഇറിറ്റേഷനാണ്. എന്താണ് ഈ കാണിക്കുന്നത്? ഇവരെ ഈ ടേബിളിൽ നിന്നും വേറെ ഏതെങ്കിലും ടേബിളിലേക്ക് മാറ്റൂ എന്നൊക്കെയും പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് ഈ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്ത്രീക്ക് വളരെയധികം വിഷമം തോന്നി. അവൾ തൻ്റെ കുട്ടിയെ കാമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മോനെ മിണ്ടാതിരിക്കുക, അവരെ ശല്യപ്പെടുത്തല്ലേ എന്നൊക്കെയും പറയും. പക്ഷേ അത് അവൻ്റെ ലോകത്ത് അവന് സന്തോഷമുള്ള കാര്യങ്ങൾ അവൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. അവളുടെ ഫോൺ കൊടുത്തു കുട്ടിക്ക് ഒന്ന് ശബ്ദമുണ്ടാക്കാതിരിക്കാനൊക്കെയായിട്ട്. എന്നാൽ അവൻ അതൊന്നും വേണ്ട. അവനിഷ്ടം ഈ സൗണ്ടുകൾ ഉണ്ടാക്കാനാണ്. അവൻ അതിൽ സന്തോഷവാനാണ്. എന്നാൽ ഇവൻ്റെ ഈ പെരുമാറ്റത്തിൽ മറ്റുള്ള വ്യക്തികൾക്ക് വളരെയധികം ഇഷ്ടക്കേട് തോന്നുകയും അവർ ആ റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുകയും ചെയ്തു. അങ്ങനെ ആ മാനേജർ ഈ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നോക്കൂ, മറ്റുള്ള കസ്റ്റമേഴ്സ് എല്ലാം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരുടെ എല്ലാ സ്പെഷ്യൽ ഡേയും ഈ റെസ്റ്റോറൻറ്റിലാണ് ചിലവഴിക്കുന്നത്. അവരിവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ കുട്ടിയെ ശബ്ദമുണ്ടാക്കാതെ ഇരുത്തുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ തരാം. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കോർണറിലുള്ള ടേബിളുണ്ട്, അങ്ങോട്ടേക്കൊന്ന് മാറിയിരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ സ്ത്രീ പറഞ്ഞു, സർ, ദയവായി ഞങ്ങളുടെ ഈ ടേബിളിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് മാറ്റരുത്. എൻ്റെ കുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്, അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. അവൻ ഓട്ടിസ്റ്റിക് ആണ്, അവന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ കാം ഡൗൺ ചെയ്ത് ഇരുത്താൻ ഒരു പരിധി വരെ എനിക്ക് സാധിക്കുകയുള്ളൂ. അത് അവൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം മാത്രമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ മാത്രമാണ് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്, പുറം ലോകം കാണുന്നത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കൂടുതലും ചിലവഴിക്കുന്നത്. അവന് സന്തോഷമുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം, ഞങ്ങൾ ഈ ടേബിളിൽ നിന്ന് മാറ്റരുത്. എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ എത്രയും വേഗം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോയിക്കൊള്ളാം. എന്നാൽ ഈ മാനേജറിന് ദേഷ്യം കൂടുകയും അയാൾ പിന്നെയും ആർഗ്യൂ ചെയ്തു സ്ത്രീയോട്, നിങ്ങൾ എന്തായാലും ഈ ടേബിളിൽ നിന്ന് മാറിയേ തീരൂ, മറ്റു ടേബിളിലേക്ക് പോകണം. കാരണം ഞങ്ങളുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് തീരെ നഷ്ടമാണ്. അതെനിക്ക് താങ്ങാൻ കഴിയുകയില്ല. അവർക്കത് ഇഷ്ടക്കേടാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറണം. അങ്ങനെ സ്ത്രീയെ നിർബന്ധിച്ച് അയാൾ ആ സ്ത്രീയെയും കുട്ടിയെയും ആ കോർണറിലുള്ള ടേബിളിലേക്ക് മാറ്റുന്നു. സ്ത്രീ മനസ്സോടെ, വളരെ വേദനയോടെ, വളരെ വിഷമത്തോടെ ആ ടേബിളിലേക്ക് മാറി കുഞ്ഞുമായി അവിടെ പോയിരുന്നു. എന്നാൽ ആ കുട്ടി തൻ്റെ ആക്ടിവിറ്റി പിന്നെയും തുടരുകയാണ്. അവൻ സ്പൂൺ വെച്ച് ടേബിളിൽ തട്ടുന്നു, അവൻ ചില പാട്ടുകളൊക്കെയും പാടുന്നു, ചില ശബ്ദങ്ങളൊക്കെയും ഉണ്ടാക്കുന്നു. അങ്ങനെ അവൻ്റെ ലോകത്ത് എൻ്റർടൈൻ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്.
ആ സാഹചര്യത്തിൽ വെയിറ്റർ അങ്ങോട്ട് വരികയാണ്. വെയിറ്റർ ഇതിനു മുൻപ് മാനേജറുമായി ഒരു ഡിസ്കഷൻ ചെയ്തു. എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെയും കുട്ടിയെ ഇവിടുന്ന് മാറ്റണം. ഒന്നെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ വേഗത്തിൽ ഇവിടെ ഫുഡൊന്നുമില്ല, ഇവർ ഓർഡർ ചെയ്തതെല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവർ ഒഴിവാക്കണമെന്ന് മാനേജറുടെ നിർദ്ദേശപ്രകാരം വെയിറ്റർ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സ്ത്രീ പറഞ്ഞു, സർ, ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തതായിരുന്നു. ഇന്നും എൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ സ്റ്റിക്കും ചിക്കൻ ബർഗറുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം വന്നു കഴിയുമ്പോൾ എത്രയും വേഗം ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടുന്ന് പോയിക്കൊള്ളാം എന്നൊക്കെയും വളരെ സിൻസിയറായിട്ട് വളരെ സന്തോഷപൂർവ്വം ആ സ്ത്രീ തൻ്റെ ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ്. എന്നാൽ വെയിറ്റർ പറയുകയാണ്, അയ്യോ കഷ്ടമായി പോയല്ലോ, നിങ്ങൾ ക്ഷമിക്കണം, ഇവിടെ നിങ്ങൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം തീർന്നു. നിങ്ങൾക്ക് ദയവായി തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ലഭ്യമാകും. സ്ത്രീ പറഞ്ഞത് എങ്ങനെ ശരിയാകും? ഞാൻ നേരത്തെ ഓർഡർ ചെയ്തപ്പോൾ പറഞ്ഞത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം എന്നാണല്ലോ. അങ്ങനെ ഒരിക്കലും പറയരുത്. ഞങ്ങൾക്ക് ഇനി സമയമില്ല, വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനോ അവിടെ ചെന്നാലും കിട്ടുമെന്ന് ഉറപ്പില്ല. മാത്രമല്ല എൻ്റെ കുട്ടിയെയും കൊണ്ട് അവിടെ വരെ പോകുവാനോ അതിന് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സാഹചര്യമില്ല. ഇത് ഓൾറെഡി ഓർഡർ ചെയ്തതായതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് വരാനുണ്ട് എന്നൊക്കെയും പറഞ്ഞ സ്ത്രീ തൻ്റെ ആവശ്യങ്ങളും തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ പ്രയാസങ്ങളെല്ലാം അവരോട് പറയുകയാണ്. എന്നാൽ ആ വെയിറ്റർ ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പറയുന്നതിനർത്ഥം ഞാൻ നുണയനാണെന്നാണോ? നേരത്തെ ഓർഡർ ചെയ്ത് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നുണയനാണ്, ഇവിടെ ഉള്ള സാധനം ഇല്ലെന്ന് പറയുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ നിങ്ങൾ നുണയനാണെന്ന് ഉദ്ദേശിച്ചില്ല. ഞങ്ങൾ നേരത്തെ വിളിച്ച് ചോദിച്ചായിരുന്നു. ആ സമയത്ത് പറഞ്ഞത് ഇവിടെ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, നിങ്ങൾ വന്നാൽ മാത്രം മതി എന്നൊക്കെയുമാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ നുണയനാണെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെയും ആ സ്ത്രീ പറയുകയാണ്. ഈ സാഹചര്യത്തിൽ വെയിറ്റർ പിന്നെയും ശബ്ദം കൂട്ടുകയും, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോവുക, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്, നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയും പറഞ്ഞ് അദ്ദേഹം തർക്കിക്കുകയാണ്. ഇങ്ങനെ മാനേജറും വന്നു, വെയിറ്ററും വന്നു, ഇവരെല്ലാം കൂടി സ്ത്രീയായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. മറ്റുള്ള കസ്റ്റമേഴ്സ് എല്ലാം എങ്ങനെയെങ്കിലും സ്ത്രീയെയും കുട്ടിയെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അവർക്ക് മാത്രമായി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഒഴിവാക്കാനായിട്ട് അവർ പല വാക്കുകളും പറഞ്ഞ് സ്ത്രീയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ സിറ്റുവേഷനിൽ ആ സ്ഥലത്തേക്ക്, ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു. ആ ടൗണിലെ ഏറ്റവും കൂടുതൽ മറ്റുള്ള ടൗണുകളിലും അദ്ദേഹത്തിന് റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സിൻ്റെ ഓണറായിട്ടുള്ളൊരു വ്യക്തി ആ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ മാനേജർ ഓടി ചെല്ലുന്നു, വെൽക്കം ചെയ്യുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് സാർ ഇങ്ങോട്ട് വന്നത്? സാർ ഓർഡർ വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാം അവിടെ വീട്ടിലെത്തിക്കുമായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടി വന്നത് എന്നൊക്കെയും ചോദിച്ച് അദ്ദേഹത്തെ പ്ലീസ് ചെയ്തും അദ്ദേഹത്തോട് വളരെ ബഹുമാനപൂർവ്വം കുറേ കാര്യങ്ങളൊക്കെയും പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ഓണറായിട്ടുള്ള വ്യക്തി പറഞ്ഞു, ഒന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്, എൻ്റെ വൈഫും കുട്ടിയും ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെയും പറയുകയാണ്. അപ്പോൾ മാനേജർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവമേ, ഞാൻ നേരത്തെ സംസാരിച്ച ആ സ്ത്രീയും കുട്ടിയുമാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയും എന്നൊക്കെയും പറഞ്ഞ് മാനേജർ ആകെ ഷോക്കായിപ്പോയി. വെയിറ്ററും ഇത് കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അതെ, അവർ ഓൾറെഡി വന്നിട്ടുണ്ട്, എന്നെ വിളിച്ചായിരുന്നു, എവിടെയാണ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ അവരൊരു കോർണറിൽ പോയി ഇരിക്കുകയാണ്. സ്ത്രീയും കുട്ടിയും വളരെ വിഷമിച്ച് സ്ത്രീ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. സ്ത്രീ അദ്ദേഹത്തെ കണ്ട വഴി കുട്ടിയുമായി തൻ്റെ ഹസ്ബൻഡ് അടുത്തേക്ക് വേഗം വന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ ഓർഡർ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ ഇവർ പറയുന്നത് ഫുഡ് ഐറ്റംസ് ഇല്ലെന്നാണ്. ഇവർ വളരെ മോശമായിട്ടാണ് എന്നോടും കുഞ്ഞിനോടും പെരുമാറിയത്. എത്രയും വേഗം ഇവിടുന്ന് പോകാൻ പറഞ്ഞു. മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന മറ്റുള്ള കസ്റ്റമേഴ്സിന് ഈ നമ്മുടെ കുട്ടിയുടെ ശബ്ദം, നമ്മുടെ കുട്ടി ഉണ്ടാക്കുന്ന ആ ശബ്ദങ്ങൾ അവർക്ക് ഇറിറ്റേഷൻ ആയതുകൊണ്ട് അവരൊക്കെയും വളരെ മോശമായി എന്നോട് പെരുമാറി എന്നൊക്കെയും പറഞ്ഞ് സ്ത്രീ ആ സാഹചര്യങ്ങളെ മുഴുവനായി എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വളരെയധികം ദേഷ്യപ്പെട്ടു. മാനേജറിനോടും വെയിറ്ററോടും വളരെയധികം ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? നിങ്ങൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. നേരത്തെ ഓർഡർ ചെയ്ത സംഭവം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് വളരെ മോശമായിപ്പോയി.
നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി മുതൽ ഇവിടെ ജോലിയില്ല, നിങ്ങൾക്ക് പോകാം, ഈ നിമിഷം ഇവിടെ നിന്ന് പോകാം. അപ്പോൾ മാനേജറും വെയിറ്ററും ഒരുപാട് കേണപേക്ഷിച്ചു. സാർ ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, സാറിൻ്റെ വൈഫും കുട്ടിയും വന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെയും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യയും കുട്ടിയുമാണെന്നുള്ളതിലല്ല, ഒരു മാനുഷിക പരിഗണനയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ആരോടും ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇങ്ങനെയൊരു കുട്ടി ഉണ്ടായത് ഈ സ്ത്രീയുടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെയോ തെറ്റല്ല. അവൻ സ്പെഷ്യലി ഗിഫ്റ്റഡ് ആണ്. അത് സ്പെഷ്യലി അങ്ങനെ ഒരു സ്കില്ലുള്ള അമ്മമാർക്ക് മാത്രമേ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവന് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്നോ മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമില്ലെന്ന് മാത്രമല്ല, അവൻ വളർന്നാലും അവനത് മനസ്സിലാക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും വേറെ ആരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. നിങ്ങൾ ചെയ്തത് മോശമായി പോയി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം, നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മാനേജറും വെയിറ്ററും തലതാഴ്ത്തി അവിടെ നിന്ന് പോയി. അദ്ദേഹം തുടർന്ന് അവിടെയുള്ള മറ്റ് വർക്കേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരെ എല്ലാം വാൺ ചെയ്തു. മാത്രമല്ല അവിടെ ഇരുന്നിരുന്ന മറ്റുള്ള കസ്റ്റമേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഫുഡില്ല, നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തൊട്ടടുത്തുള്ള മറ്റ് റെസ്റ്റോറൻറ്റുകളിലേക്ക് പോകാം, ഇവിടെ നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇന്ന് ഇവിടെ മറ്റൊരു സെലിബ്രേഷൻ നടക്കുകയാണ് എന്നൊക്കെയും പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. തുടർന്ന് ഈ ഓണർ തൻ്റെ വൈഫും കുട്ടിയുമായി അവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയും സന്തോഷത്തോടെ അവന് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുകയും തിരിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എന്താണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറക്കരുത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്പെഷ്യലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ നോക്കുന്ന വളരെ സ്കിൽഡ് ആയിട്ടുള്ള അമ്മമാരുണ്ട്. പലതരത്തിലുള്ള അമ്മമാരുണ്ട്. ചിലർ ജനിച്ച വഴി കുട്ടികളെ നോക്കാതെ ഉപേക്ഷിക്കുന്നു, ചിലർ കൊന്നുകളയുന്നു, ചിലർക്ക് അവരുടേതായ കരിയർ അവരുടേതായ രീതിയിലേക്ക് അവർ പോകുന്നു. എന്നാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മദേഴ്സ് ഈ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ എൻകറേജ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറക്കരുത്. ഇതുപോലെ നമുക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.